ആശാനെ, എന്തുവാണ് ഒരു ഗഹന ചിന്ത? ഓർത്തിട്ട് ഒന്നിനും കൂടി പിടിയും കിട്ടുന്നില്ല. ഇതിന് മാത്രം ചിന്തിക്കാൻ ഇപ്പൊ എന്നാ പറ്റിയടാ? പണിക്കൊന്നും പോകാൻ തോന്നുന്നില്ലേ? അതെന്നാ പറ്റില്ല അങ്ങനെ ഒരു തോന്നല്? കഷ്ടപ്പാടാന്നേ. ബെസ്റ്റ്. ഒന്നും പറയണ്ട. ഇന്നലെ അപ്പം പറയുവാ പഠിക്കാൻ പറ്റപ്പ പഠിക്കാൻ പോകണമായിരുന്നു. അതെന്നാടാ ഇപ്പൊ അച്ഛൻ പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റൂ? ഉള്ള കാര്യമല്ലേ പുള്ളി പറയുന്നേ. അത് തന്നെയാ എനിക്കും ചിന്തിച്ചിട്ടൊരു അന്തവും കിട്ടാത്തെ. അതെന്നാടാ അങ്ങനെ ഒരു ടോക്ക്? ഏതായാലും പണിക്കൊന്നും പോകാൻ വയ്യ. പിന്നെ പഠിച്ചത് വെച്ച് എന്തേലും ചെയ്യാന്ന് വെച്ചാ. എടാ, നീ ആ പോളിടെക്നിക് എങ്ങാണ്ടല്ലേ പഠിച്ചേ? എടാ, പോളിടെക്നിക് അല്ല, പോളിടെക്നിക്. അതിനോട് 10ാം ക്ലാസ് മര്യാദയ്ക്ക് വെച്ചിട്ടാ പിന്നെ പോളി. പിന്നെ എന്നാ പഠിച്ച കാര്യമാണ് നീ ജോലിയായിട്ട് ചെയ്യാൻ പോകുന്നേ? അതൊക്കെ ഉണ്ട്, പക്ഷേ അത് ഏത് ജോലിക്കാണ് ആ ഐഡിയ വർക്കൗട്ട് ആകുന്ന ഒരു ഐഡിയ ഇല്ല. ചേട്ടാ, നിന്റെ മനസ്സിലുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ പറ, എനിക്ക് ഞാൻ സഹായിക്കാൻ പറ്റുമോ നോക്കാം. ശതകാകളി വൃത്തത്തിൽ 5ാം പാദത്തിൽ അന്ത്യമായി 2 അക്ഷരം കുറിച്ചിടുകയിൽ അത് മഞ്ജരിയായിടും. മഞ്ചരിയോ? ഏത് മഞ്ചരിയാടാ? അത് വൃത്തമാടാ പൊട്ടാ. അതെവിടെ ഉപയോഗിക്കും? വൃത്തോ? എന്നാ വൃത്തം? നീ എത്ര വരെ പഠിച്ചെന്നാ പറഞ്ഞേ? എടാ, 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചെന്ന് ഓർത്തില്ലേ? 5ലോട്ട് പോയതാ. അവിടെ നിറക്കി വിട്ടു, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. നന്നായി നീ അങ്ങോട്ട് പോഞ്ഞത്, ചുമ്മാതാരന്മാരെ മെനക്കെടുത്താൻ വേണ്ടി. എടാ പൊട്ട, 5ാം ക്ലാസ്സിൽ ലസാഗും ഉസാഗയും പഠിപ്പിച്ചായിരുന്നു. മനുഷ്യനെ മെനക്കെടുത്താൻ പറ്റും. അറിയത്തില്ല.